അപ്പോൾ നമ്മൾ ജയിൽ ബിരിയാണി മേടിച്ചിട്ട് ഇത് ഇങ്ങനെ പാക്ക് പൊളിച്ചിട്ട് തിന്നാനുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ജയിൽ ബിരിയാണി മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരുന്ന കഴിക്കണില്ല. ആംബിയൻസൊക്കെ കണ്ട് ഇവിടുത്തെ ഉച്ചയ്ക്ക് വരണ തിരക്കൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് അങ്ങനെ കഴിക്കാം. ഇതാണ് നമ്മുടെ സർലാസിൻ്റെ പാക്കറ്റ്. ഇതിൻ്റെ പ്രൈസിങ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. കാരണം ഇതിന് ആകെ 60 രൂപയുള്ളൂ. 60 രൂപയ്ക്ക് വേറെ ഒരു സ്ഥലത്തുനിന്നും നമുക്ക് ബിരിയാണി കിട്ടില്ല. ഇത് നമ്മുടെ അച്ചാർ പാക്കറ്റ്. ഒരു കാലത്ത് ജയിൽ ബിരിയാണി ഭയങ്കര ഹിറ്റായിരുന്നു തുടങ്ങിയ അവസരത്തിൽ. പ്രത്യേകിച്ച് ഇതിൻ്റെ ടേസ്റ്റും പിന്നെ അത് മാത്രമല്ല വണ്ടികളുടെ ഡിസ്റ്റർബൻസ് ഉള്ള കാരണേ അതായത് ശരിയാവണില്ല. അപ്പോൾ നിങ്ങളത് ക്ഷമിച്ചോളൂ കേട്ടോ. അതിൻ്റെ ടേസ്റ്റും പിന്നെ അതേപോലെ തന്നെ ഇത്ര കുറഞ്ഞ വിലയുള്ള കാരണം ഇത് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ഒരിടനെ ട്രെൻഡൊന്നും മാറി. ഒരു ആംബുലൻസ് വരുന്നുണ്ട് പാഞ്ഞിട്ട്, അത് എനിക്ക് പറയാട്ടോ, പാവൊന്നും പറ്റാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ട്രെൻഡൊക്കെ ഒന്ന് മാറി വന്നു. ട്രെൻഡ് മാറി വന്നതിന് ശേഷം കുറച്ച് നാളത്തേക്കൊന്നും താഴത്തേക്ക് പോയി. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും ജയിൽ ബിരിയാണി പിടിച്ച് കയറി തുടങ്ങി. അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങണേക്കാളും മുന്നുള്ള സംഭവമാണ്. പക്ഷെ എന്നാലും തൃശ്ശൂരിൻ്റെ ഒരു അടയാളമാണ് ഈ ജയിൽ ബിരിയാണി എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അത് ചെയ്യാണ്ട് ഞങ്ങളുടെ ചാനലിന് ഒരു അപൂർണത ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് വീൽസ്നമീൽസിൻ്റെ ആൾക്കാരായ ഞാനും ഡിനോജും ഇപ്പോൾ വിയ്യൂർ ജയിലിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ബിരിയാണി മേടിച്ചു. ഇനി ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം അകത്തുണ്ട്. പക്ഷെ അത് ജയിലിനകത്തായ കാരണം ക്യാമറ കയറ്റി ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ തന്നെ നിന്നിട്ട് ഈ സാധനം കഴിച്ച് ടേസ്റ്റ് പറയാൻ പോകാം. ചെറിയ അരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വേവ് കൂടുതലൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ഒരിത്തിരി ഡ്രൈ ആണ്, കുറച്ച് കട്ടി കൂടുതലാണ്. ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരുന്നെങ്കിൽ ഇതിനോട് കുറച്ചുകൂടി മാച്ചിങ് ആയാണ്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ സർലാസ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. സംഭവം ജയിലിൽ നിന്ന് ഞാൻ കുറേ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് മുന്നേ. അല്ല, ജയിലിൽ നിന്ന് ഫുഡ് എന്ന് പറയുമ്പോൾ അകത്തത്തെ അല്ല, ജയിലത്തെ ഫുഡ് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ബിരിയാണി അങ്ങനെ മേടിക്കാറില്ല. ബിരിയാണി നമുക്ക് കുറേ ഫേവറേറ്റ് സ്പോട്ടുകളുണ്ടായിരുന്നു. ചപ്പാത്തിയാണ് മെയിനായിട്ട് മേടിക്കാറ്. അപ്പം നമ്മൾ ഇതിൻ്റെ സർലാസ് സാലഡ് അതിൻ്റെ കൂടെ കൂട്ടി. സാലഡിലാകെ ഈ സബോള മാത്രമേ ഉള്ളൂ കേട്ടോ. സാലഡ് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് സത്യം പറയുകയാണെങ്കിൽ. സാധനം തുറക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കൊതിയോണ്ട് ഇതിൽ പോയിട്ട് കൈയൊക്കെ മുക്കിയിട്ട് തുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ അങ്ങനെ ഒരു വിധത്തിൽ നമുക്ക് തുറന്ന് കിട്ടി. എന്തച്ചാറാണിത്? നാരങ്ങച്ചാറാണ് കണ്ടിട്ട്. നാരങ്ങ തന്നെയാണ്. നമ്മളിത് നാരങ്ങയുടെ ടേസ്റ്റ് അറിയാനായിട്ട് നാരങ്ങയും കൂടി ഇതിൽ ചേർത്തിട്ട് നാരങ്ങക്ക് ഇടില്ല കേട്ടോ. അച്ചാറ് അടിപൊളിയുണ്ട്. ഇതിനടുത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം? 2 കാര്യങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്ന്, ബിരിയാണിക്ക് ആകെ 60 രൂപയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വക കെമിക്കൽ പ്രിസർവേറ്റീവ്സാ അല്ലെങ്കിൽ ഏഡഡ് കളേഴ്സാ ഏഡഡ് ടേസ്റ്റുകളാ അങ്ങനെ ഒന്നുമില്ലാത്തൊരു സംഭവമാണ് ഇവിടുത്തെ ബിരിയാണി. അതുകൊണ്ട് ചില സമയത്ത് കഴിക്കുമ്പോൾ നിങ്ങൾക്കൊരു ടേസ്റ്റ് കുറവ് തോന്നാം, സ്വാഭാവികമാണ്. കാരണം ബാക്കി എല്ലാ ഹോട്ടലുകളിലും എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടുത്തെ കാര്യം ബിരിയാണിക്ക് ടേസ്റ്റ് കുറവായാലും ആരോഗ്യത്തിന് ഗ്യാരണ്ടി തരാൻ പറ്റും. അപ്പോൾ ആ 2 കാര്യങ്ങളാണ് മെയിൻ. ഒന്ന്, ആഡഡ് സംഭവങ്ങളില്ല. 2, ഓൺലി 60 rupees. അപ്പോൾ എന്താ പറയുക, കാശ് മുതലാവണ ബിരിയാണിയാണ്. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. റൈസ് അടിപൊളിയായിരുന്നു. ചിക്കൻ കുറച്ചും കൂടി സോഫ്റ്റ് ആവാം എനിക്ക് തോന്നി. പിന്നെ എന്താ പറയുക, സർലാസ് ആവറേജ് ആയിരുന്നു. സാലഡ് ആവറേജ് ആയിരുന്നു. പാല് സർലാസ് വരണുള്ളൂ, എന്താ ചെയ്യുക. പിന്നെ അച്ചാർ അടിപൊളിയായിരുന്നു. പക്ഷേ
കോസ്റ്റ് വൈസ് നോക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ ആരോഗ്യം നോക്കുമ്പോഴും എന്തുകൊണ്ടും നമുക്ക് എല്ലാം കൊണ്ടും മുതലാവുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ തൃശ്ശൂരുകാർ ഒരു ഇത് എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു ഇത്. എന്നാലും ഞങ്ങളുടെ വീഡിയോയ്ക്ക് മുതൽക്കൂട്ടായിട്ട് വീൽസ് ആൻഡ് മീൽസിൻ്റെ പുതിയ ഇതിന് മുതൽക്കൂട്ടായിട്ട് ജയിലിലത്തെ ഫുഡ് വിത്ത് ഡിനോജ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാവരും പറയുന്നതാണ്, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും. നിങ്ങൾ വേറെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ എവിടെയാണ്, റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഐറ്റം, അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലങ്ങൾ തേടി പോകുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ അങ്ങനെ കുറച്ച് കമൻസുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് തന്ന എല്ലാവർക്കും താങ്ക്സ്. അവർ ഇനിയും അത് ചെയ്യണം. അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ബൈ.